പട്ല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികം മോസ്ലാവ 2026 സമാപിച്ചു. 75 വർഷത്തോളമായി പട്ല ഗ്രാമത്തിന് അക്ഷര വെളിച്ചം പകർന്നു നൽകുന്ന വിദ്യാലയമാണ് പട്ല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ, അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഗോൾഡ് കിങ് ഉണ്ട്. ഗോൾഡ് കിങ്, ദ ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി. മെയിൻ ജംഗ്ഷൻ, ഉപ്പള. മധൂർ പഞ്ചായത്തിലെ ഏക സർക്കാർ ഹയർ സെക്കൻഡറി വിദ്യാലയമായ പട്ല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1500ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. 1951 ഏകാധ്യാപക വിദ്യാലയമായി ആരംഭിച്ച വിദ്യാലയം 1960 UP സ്കൂളായി അപ്ഗ്രേഡ് ചെയ്യുകയും 1983 ആദ്യ SSLC ബാച്ചും 2006 ആദ്യ ഹയർ സെക്കൻഡറി ബാച്ചും പുറത്തിറങ്ങുകയും ചെയ്തു. 2012 വിദ്യാലയത്തിൽ പ്രീ പ്രൈമറി ആരംഭിച്ചു. ഓസ്ലാവ 2026 എന്ന പേരിൽ നടത്തിയ വാർഷികാഘോഷ ചടങ്ങിൽ 1 വർഷം നീണ്ടുനിൽക്കുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് വിദ്യാലയം തുടക്കമിട്ടു. മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ ജയ് മ്യൂസിക് ബാൻഡിന്റെ നേതൃത്വത്തിൽ സംഗീത സന്ധ്യയും പരിപാടിയുടെ ഭാഗമായി അരങ്ങേറി. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ M. മധുസൂദനൻ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ഒരു പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള അനൽപമായ സന്തോഷം ഞാനിവിടെ അറിയിക്കുകയാണ്. അതിനൊരു കാരണമുണ്ട്. ഇത് കേവലമായിട്ടൊരു വാർഷികാഘോഷം മാത്രമല്ല. ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അവതാരകനും അധ്യക്ഷ പ്രസംഗത്തിലും എല്ലാം പറഞ്ഞതുപോലെ ഇത് കേവലമായിട്ടൊരു ആഘോഷ പരിപാടിയല്ല. ഇത് നിങ്ങളുടെ എല്ലാം വികാരങ്ങളുടെ പങ്കുവെപ്പ് കൂടിയാണ്. നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ഒരു ഉത്സവമാണ്, ഒരു ആഘോഷമാണ്. ആ നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷത്തിൽ വളരെ ആത്മാർത്ഥമായി ഞാനും പങ്കെടുക്കുന്നു. പട്ല സ്കൂളിൽ ഞാൻ ആദ്യമായിട്ട് വരുന്നതല്ല. ഇവിടെ PT ഉഷ ടീച്ചർ ഹെഡ് മിസ്ട്രസ് ആയിരിക്കെ മുമ്പും നിരവധി പരിപാടികളിൽ ഞാനിവിടെ വന്നിട്ടുണ്ട്. 2019 ജനുവരിയിൽ ഇവിടെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടിയിൽ ഇതേപോലെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു. തുടർന്നും 1-2 പരിപാടികളിൽ ഇവിടെ പങ്കെടുക്കാൻ, അതുപോലെ പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. അതുകൊണ്ട് പട്ല എനിക്ക് അപരിചിതമായൊരു സ്ഥലമല്ല. പട്ല എന്നാൽ എന്താണ് അർത്ഥം? പട്ല എന്ന പദത്തിന് നേർത്തത്, സ്ലെൻഡർ എന്നൊക്കെയാണ് അർത്ഥം. അത് ഹിന്ദിയിലാണെങ്കിലും കന്നഡയിലൊക്കെ ആണെങ്കിലും അങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ നേർപ്പ് നമ്മുടെ മനസ്സിൻ്റെ നേർപ്പല്ല. നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള സൗമ്യതയുടെയും ഉൾച്ചേരലിൻ്റെയും ഒന്നുകൂടിയാണ് പട്ല എന്ന പദം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം മധൂർ പഞ്ചായത്തിൽ മാത്രമല്ല, കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലയിലാകെ അറിയപ്പെടുന്ന ഹയർ സെക്കൻഡറി സ്കൂളാണ് പട്ല. ഞാൻ കഴിഞ്ഞ 7 വർഷമായിട്ട് കാസർഗോഡ് ജില്ലയിലെ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറാണ്. എൻ്റെ ഔദ്യോഗികമായ കാര്യങ്ങളുടെ ഭാഗമായിട്ട് ഈ ജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളും ബന്ധപ്പെടുന്നുണ്ട് പല രീതിയിലായിട്ട്. അല്ലെങ്കിൽ അവയെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പട്ല എപ്പോഴും അതിൻ്റെ ഒരു നിലവാരം കാത്തു സൂക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പരിമിതികളേറെയുണ്ട്, പ്രശ്നങ്ങൾ അതിലേറെയുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ഓർക്കേണ്ടത് ശ്രീ അബ്ദുൽ ഖാദർ ഹാജിയെയാണ്. 1951 ആ മനുഷ്യൻ ഇവിടത്തേക്ക്, അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ സ്ഥലം വേറെ എന്തും ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ വളരെ നെഗറ്റീവായ പല പ്രവർത്തനങ്ങൾക്കും വേണ്ടി വിട്ടുകൊടുക്കാമായിരുന്നു. എന്നിട്ടും അങ്ങനെയല്ല. നമ്മുടെ നാട് പുരോഗമിക്കണം, അക്ഷരാഭ്യാസമുള്ളവരായി മാറണം, അക്ഷരമാണ് വെളിച്ചം പകരുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പട്ലയിലെ 75 വർഷം മുമ്പ് ഒരു അബ്ദുൽ ഖാദർ ഹാജി ഇത് വിട്ടു നൽകിയിട്ടുണ്ടെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും മഹത്തരമായ കാര്യം. അപ്പോൾ അബ്ദുൽ ഖാദർ ഹാജിയുടെ പിന്മുറക്കാരാണ് നിങ്ങൾ എല്ലാവരും. ആ തലമുറയുടെ പാരമ്പര്യവും ശക്തിയും നിങ്ങൾക്ക് ഇനിയും തുടർന്നു പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സ്കൂൾ പ്രധാനാധ്യാപിക ഖദീജ I സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ PTA പ്രസിഡന്റ് അബൂബക്കർ P അധ്യക്ഷത വഹിച്ചു. സമഗ്ര ശിക്ഷ കേരളയുടെ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ VS ബിജുരാജ് 75ാം വാർഷിക ലോഗോ പ്രകാശനം നടത്തി. സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ P രഘുനാഥ് സ്പോർട്സ് അക്കാദമിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. SSK പ്രോഗ്രാം ഓഫീസർ അഗസ്റ്റിൻ ബെർണാഡ് മൊന്തേരോ പ്രതിഭകളെ അനുമോദിച്ചു. ചടങ്ങിൽ പ്ലാറ്റിനം ജൂബിലി മുഖ്യ രക്ഷാധികാരി MA മജീദ്, SMC ചെയർമാൻ ഷാഫി പാറ, വികസന സമിതി ചെയർമാൻ മുഹമ്മദ് നീർച്ചാൽ, പ്ലാറ്റിനം ജൂബിലി ചെയർമാൻ CH അബൂബക്കർ, SMC അംഗങ്ങളായ അസ്ലം പട്ല, KM സെയ്ദ്, HK അബ്ദുൾ റഹ്മാൻ, അഷ്റഫ് കുമ്പള, അബ്ദുൾ റഹ്മാൻ ഹാജി, PTA വൈസ് പ്രസിഡന്റ് റൌഫ് കൊല്യ, മദർ PTA പ്രസിഡന്റ് ഷാഹിന PA,
SMC വൈസ് ചെയർപേഴ്സൺ മുംതാസ് നവാസ്, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധി മുസ്തഫ PA, ഹയർ സെക്കൻഡറി പ്രതിനിധി ജിജി AV, ഹൈസ്കൂൾ പ്രതിനിധി രാമചന്ദ്രൻ, പട്ലയിലെ മുൻ അധ്യാപിക PT ഉഷ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. വിവിധ മേഖലകളിൽ കഴിവു തെളിയിച്ച പ്രതിഭകളെ ചടങ്ങിൽ അനുമോദിച്ചു. തുടർന്ന് ജയ് മ്യൂസിക് ബാൻഡിന്റെ നേതൃത്വത്തിൽ സംഗീത സന്ധ്യയും പരിപാടിയുടെ ഭാഗമായി അരങ്ങേറി. പ്രോഗ്രാം കോർഡിനേറ്റർ ശോഭ MR പരിപാടിക്ക് നന്ദി പ്രകാശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.